എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബാങ്കിൽ അവസരങ്ങൾ വേണ്ടവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്കാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്ക് അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 750 വേക്കൻസിയാണുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 20 സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട്. എക്സാം ഡേറ്റ് ഓഗസ്റ്റ് 2. ഇനി വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ വേക്കൻസി ഉണ്ട്. കേരളത്തിലാകെ 33 വേക്കൻസിയാണുള്ളത്. SC 5, OBC 15, EWS 1, അൺറിസർവ്ഡ് 12. ടോട്ടൽ 33 വേക്കൻസിയാണ്. കൂടാതെ PWBD കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട്. ആകെ 750 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി പ്രായപരിധി നോക്കാം. 20 മുതൽ 28 വരെയാണ് പ്രായപരിധി വരുന്നത്. അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് 1/7/1998 1/7/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതുകൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട്. SC ST ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC ആണെങ്കിൽ 3 വയസ്സിൻ്റെയും PWBD ആണെങ്കിൽ 10 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഡിഗ്രി, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. നിങ്ങൾ NATSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടത് 1/3/2022 ശേഷവും 31/7/2026 ആയിരിക്കണം. ഈ ഒരു കാലയളവിനകത്ത് ഡിഗ്രി പാസ് ഔട്ട് ആയവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാവുന്നത്. ഇനി സ്റ്റൈഫൻഡ് എത്രയാണെന്ന് നോക്കാം. അപ്രൻറ്റിസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് വരുന്നത് മെട്രോ ബ്രാഞ്ചിലൊക്കെ ആണെങ്കിൽ 15,500 പെർ മന്ത്. അർബൻ 14,500, സെമി അർബൻ അല്ലെങ്കിൽ റൂറൽ ആണെങ്കിൽ 14,000 രൂപയായിരിക്കും സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ഇനി NATSൻ്റെ അണ്ടറിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മെട്രോ 9,350, അർബൻ 8,350, സെമി അർബൻ ഓർ റൂറൽ 7,850 സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമിനേഷനും ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓൺലൈൻ റിട്ടൺ ടെസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് 25 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക്, കമ്പ്യൂട്ടർ ഓർ സബ്ജക്റ്റ് നോളജ് 25 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. നിങ്ങൾ എക്സാമിനേഷന് മുമ്പായിട്ട് എക്സാം ഫീസ് അടച്ചിരിക്കണം. പിന്നെ എക്സാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എഴുതാവുന്നതാണ്. ഓൺലൈൻ എക്സാമിനേഷനാണ്. അവർ പറയുന്ന ടൈം ആൻഡ് ഡേറ്റിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണോ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ ഏത് ID പ്രൂഫാണോ അപ്ലോഡ് ചെയ്തത് ആ സെയിം ID പ്രൂഫ് നിങ്ങൾ എക്സാം സമയത്ത് ഈ പറഞ്ഞ ക്യാമറയിലൂടെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ കാണിക്കേണ്ടതാണ്. സെലക്ഷൻ റിസൾട്ടൊക്കെ തന്നെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലൊക്കെ മലയാളം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അല്ലാത്തവർക്കാണ് ടെസ്റ്റ് വരുന്നത്. മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അറിയാവുന്നതായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 20. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 2 സൈറ്റുണ്ട്. ഒന്ന് www.bfsissc.com അല്ലെങ്കിൽ beep.bfsissc.com. ഈ 2 സൈറ്റിൽ ഏതെങ്കിലും സൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ IDയും കോൺടാക്ട് നമ്പറും ഉണ്ടായിരിക്കണം. നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് NATSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതാണ് NATSൻ്റെ പോർട്ടൽ, nats.education.gov.in അല്ലെങ്കിൽ
www.apprenticeshipindia.gov.in. ഈ 2 സൈറ്റിൽ ഏതെങ്കിലും സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടാണ് നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. SC ST PWBD ആണെങ്കിൽ 236 രൂപയാണ്. ജനറൽ OBC EWS ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 708 രൂപ. ജനറൽ OBC EWS മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 944 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി വിളിക്കുന്ന വാലിഡ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്. നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വരും. ആ മെയിലിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും. SC ST OBC EWS ഒക്കെ ആണെങ്കിൽ കാറ്റഗറി ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, PWBD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിലവൻ്റ് ആണെങ്കിൽ അതും കൊണ്ടുപോകാവുന്നതാണ്. ഒറിജിനലും കൊണ്ടുപോകണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോകണം. എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. ബാങ്കിൻ്റെ സൈറ്റ് ഇതാണ്, www.iob.bank.in. ഈ സൈറ്റിലായിരിക്കും അറിയിപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.